മിസോറാം ലോട്ടറിയുടെ കേരളത്തിലെ മൊത്തവിതരണക്കാരായ ടീസ്റ്റാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പാലക്കാട് കുരുടിക്കാട് പ്രവർത്തിക്കുന്ന സംഭരണ കേന്ദ്രത്തിലെ പോലീസ് പരിശോധനയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. രേഖകൾ പരിശോധിച്ചതിൽ നിന്നും രജിസ്ട്രേഷൻ നടപടികളിലടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംസ്ഥാന ലോട്ടറി ഡയറക്ടറുമായി നടത്തിയ ആശയവിനിമയത്തിന് ശേഷമാണ് പോലീസ് വിതരണക്കാർക്കെതിരെ കേസെടുത്തത്. തുടർന്ന് സംഭരണ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന സൂപ്പർ ഡീലക്സ് ലോട്ടറിയുടെ 5 കോടിയിലേറെ ടിക്കറ്റുകൾ പിടിച്ചെടുത്തു. ആഗസ്റ്റ് 7 നറുക്കെടുപ്പ് നിശ്ചയിച്ച് ഈ മാസം 31 വിൽപ്പന തുടങ്ങാനായി സൂക്ഷിച്ചവയാണിത്. ടീസ്റ്റാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ 4 ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സാന്റിയാഗോ മാർട്ടിൻ തന്നെയാണ് ടീസ്റ്റാ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി ഇതര സംസ്ഥാന ലോട്ടറി വിൽപ്പനയ്ക്ക് കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് സംശയം. അതേസമയം മിസോറാം ലോട്ടറി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ചതായി ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. വിതരണക്കാരുടെ ഗോഡൌണുകൾ പൂട്ടാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരീക്ഷിക്കുന്നതിന് അനധികൃതമാണ് എന്ന് പറഞ്ഞ് അവിടെ ഗോഡൌണും മറ്റും സീൽ ചെയ്യുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഈ ലോട്ടറി ടിക്കറ്റ് കേരളത്തിൽ വെക്കുകയാണെങ്കിൽ അത് ആ ലോട്ടറി ഡീലറിന് പിരിച്ചെടുക്കുന്നതിന് ഉത്തരവുണ്ടാക്കിയിട്ടുണ്ട്. പിടിച്ചെടുക്കുക മാത്രമല്ല, അങ്ങനെ കണ്ടുകിട്ടുന്ന ഏജന്റുമാര് തുടങ്ങിയവരുടെ കേരള സർക്കാർ ലോട്ടറി വിൽക്കാനുള്ള ഏജൻസി റദ്ദാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ലോട്ടറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ടീസ്റ്റയുടെ രേഖകൾ GST വകുപ്പും പരിശോധിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.